പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഏവരും കാത്തിരുന്ന ആ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്ന് ഗെയിം പ്ലാൻ ചെയ്യാൻ എന്നോടൊപ്പം സജീവമായിട്ടുണ്ട് ശ്വേതാജി, തംസരാജ്. അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് തംസരാജ് കളിക്കുന്നത്. സംഭവത്തിലുള്ളൂ നിങ്ങൾ തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പോവാണ്. ഒരുത്തരുടെ ഓഡിയോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മറ്റടുത്ത് നമ്മൾ ലൗഡ് ആയിട്ട് മ്യൂസിക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മ്യൂസിക്കിനുള്ള ഇയർഫോൺസ് റെഡിയാണ്. അപ്പൊ കളിക്കുന്ന രണ്ടുപേരിൽ ഒരാള് ഇതിങ്ങനെ വെക്കുന്നു. ഇവരോട് ചോദിക്കാം ആരാണ് കളിക്കാൻ പോകുന്നത്, ആരാണ്. നമ്മളിവിടെ ഹെഡ്സെറ്റ് വെക്കുന്നത് ശ്രീവിദ്യ. ടീം മെമ്പേഴ്സ് ആയിട്ട് തന്നെയാണ്. ടീം മെമ്പേഴ്സ് ആയിട്ടാണ്. ഇവിടെ ആരായിരിക്കും ഹെഡ്സെറ്റ് വെക്കാൻ പോകുന്നത്? ഞാൻ ഹെഡ്സെറ്റ് വെക്കാം. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ശ്രീവിദ്യക്കുള്ളതാണ്. ബട്ട് കീപ് ഇറ്റ് വിത്ത് യു. ഇത് ഞാൻ എന്റെ സൈഡിൽ വെക്കുന്നു. ആദ്യം ഏത് ടീം നോബിയും അപ്പൊ ആരാണ് ഇയർഫോൺസ് വെക്കാൻ പോകുന്നത്? അത് ശരി, അവള് ചെവിയിൽ വെക്കണോ നല്ലത്. ഒരു സെക്കൻഡ്, നോബി ചേട്ടാ അപ്പുറത്തേക്ക് പോയി നിക്കാവോ? നോബിനാണെങ്കിൽ മുഖം നിറച്ച് താടി. നിന്നോ അഖിൽ നിന്നോ. റെഡി? നോബി ചേട്ടാ റെഡി ആണോ? പ്രേക്ഷകരെ 3 സിനിമാ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3ഉം പറ്റിയാൽ പറയണം, ഇല്ലെങ്കിൽ മാക്സിമം നോക്കുക. കമോൺ. സൗണ്ട് വേണ്ട, ലിപ്പ് അനക്കാ മതി. പാട്ട് വെച്ചേക്കണത് നീ ചുമ്മാ. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ഒന്നുകൂടെ മീരയുടെ മീനിന്റെ പ്ലാനില് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. പേര് എനിക്ക് കിട്ടുന്നില്ല. പേര് മീനയുടെ ദുഃഖവും കുറ്റവും. മുത്തുവിന്റെ സ്വപ്നവും. മീനയുടെ അങ്ങനത്തെ ഒരു പടം ഉണ്ട്. കുട്ടിയും അങ്ങനെയല്ല പടം. മീരയുടെ ദുഃഖവും മീരയുടെ സ്വപ്നവും. മീരയുടെ കുറ്റവും. ഒരു കാര്യം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ഒരു പോയെ എന്തോന്ന് ഒരു വാക്കുള്ള ഫിലിമാണോ? അതറിയില്ല, പറ. പച്ചയാ? പച്ചല്ല, വെള്ള. പക്ഷേ നിർത്തി പറ. പക്ഷേ പകലോ? എന്റെ സിനിമ ഒരു വാക്കാണോ? പക്ഷേ ഇവിടെ തെറ്റി. പണ്ടേ കണ്ടല്ലോ ഇന്നലെ. പക്ഷേ രണ്ട് മാർക്ക്. സൂപ്പർ. ലാസ്റ്റ് വൺ. മൂന്നാമത്തെ. അഴകല്ലോ. പൂച്ചക്കൊരു മൂക്കുത്തി. ഈശ്വര, അതെന്തൊക്കെ വരും എന്തോ. കിട്ടി. പറയോ? പൂച്ചക്കൊരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പറയോ? അപ്പൊ കിട്ടി. ഡിഫിക്കൽട്ട് ആയിട്ട് ഞാൻ ഈ പേരെങ്ങനെ പറയും? ഇങ്ങനെ പറ ചേട്ടാ. ഒന്നുകൂടെ. പൂച്ചക്കൊരു മൂക്കുത്തി. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റായിട്ട് പറഞ്ഞത്. 3ൽ 3 മാർക്കാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഗുഡ് ജോബ് ഗൈസ്. പക്ഷെ എത്ര സമയം എടുത്തു എന്നുള്ളത് ഞാൻ പറയില്ല. കഴിഞ്ഞു മോളെ. പൊളിച്ചുമോളെന്നല്ലേ? അതെ. ഭയങ്കര സൗണ്ട് ആട്ടോ ഇത്. ഒരു രക്ഷയില്ല. ഇനി അടുത്ത വരുന്ന ഇതിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതാണോ ലക്കി? പ്ലീസ്. അല്ല, എനിക്ക് ഡ്രസ്. ഇതാരാ വെക്കുന്നത്? ഞാൻ. ഓ അങ്ങനെ ഇത്രയല്ലോ. മതിയായിരുന്നു. റെഡി? സപ്തമശ്രീ തസ്കര. ചീത്ത വിളിച്ചതാ. തുടങ്ങി. ഇവിടെ നോക്ക്. സപ്തമശ്രീ തസ്കരാഹ. പച്ചഭാസ്കരൻ. ഒന്നുകൂടെ പറ. സപ്തമശ്രീ തസ്കര. സദാനന്ദന്റെ സമയമാണോ? ഞാൻ വാക്ക് അതിനോടൊപ്പം ശ്രീ. അയ്യോ, പറയാൻ പറ്റൂല. മനസ്സിലായി സംഭവം. അയ്യോ, സംഭവം മനസ്സിലായി. പറയാൻ പറ്റില്ല.
അതല്ലേ പൃഥ്വിരാജിന്റെ പടമല്ലേ ആ, പേര് പറ. തസ്കരാഹ. മോളി കുറച്ച് പറഞ്ഞാ മതി. എന്റെയോ ആ ലിപ്പില്ലാണ്ട് നെക്സ്റ്റ് മൃഗയ്യ മൃഗയ്യ ശരിയാ മൃഗ മിച്ചറ മിച്ചറ മൃഗയ്യ 3 അക്ഷരം. ഹൃദയം. മൃണാൾ ആ മൃണാൾ മൃഗയ്യ മൃയ മൃഗയ. സൂപ്പർ രണ്ടെണ്ണമായി. ഇനി ഒരെണ്ണം കൂടിയുള്ളൂ. സമയം എത്ര എടുക്കുന്നുണ്ടോ നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. കുട്ടിക്കാലത്തെ വികൃതികളുടെ പുസ്തകം. ആ, അത് വേറെ ഉണ്ട്. കുറെ പുസ്തകങ്ങളുണ്ട് അങ്ങനെ അതാരാ കുട്ടിക്കാലത്ത്. അഭിനയിച്ചേ? അത് വിട്. കൊട്ടാരം കൊട്ടാരം ഒന്നുകൂടെ കോട്ട കോട്ട കാലം കോട്ടയം അല്ലല്ല. കോട്ടയം ഇല്ല. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. കോട്ടയം വീട്ടിലെ അപ്പൂപ്പനാ. കോട്ടയം വീട്ടിലെ അറിയില്ല കൊട്ടാരം ആലോചിക്ക് നോക്ക്. കൊട്ടാരം വീട്ടിലെ അപ്പൂപ്പൻ. ഊരിക്കോട്ടെ. അടിപൊളി കേട്ടാ വേറൊരു ലോകസത്യം പോലെ ഇത് ഊരുമ്പോ. 2 പെൺകുട്ടികളും നന്നായി ചെയ്തിട്ടുണ്ട്. 2 ആൺകുട്ടിയോളും നന്നായി ചെയ്തിട്ടുണ്ട്. അതന്നെയല്ലേ കുട്ടിയോള് ചെയ്യട്ടെന്നേ. നമുക്കിതൊക്കെയല്ലേ രസം. പ്രേക്ഷകരെ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത ദിവസം കാണാം. ബൈ.